ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്ടറാണ്. എന്നാൽ റീസെൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സ്ലോ ഡൗൺ കാണാം. ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ഈ പോളിസി ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2023 ലൈഫ് ഇൻഷുറൻസ് പെനിട്രേഷൻ നോക്കുകയാണെങ്കിൽ വെറും 4% മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ. സോ ഫ്യൂച്ചറിൽ 2047 ആകുമ്പോൾ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 930 ട്രില്യൺ വാല്യുവേഷൻ വരുന്ന ഒരു സെക്ടറായി മാറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ഗ്രോത്ത് കൺഫേം ആണ്, പക്ഷേ എത്ര ഫാസ്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട് എന്ന് പറയുന്നത്. ഹലോ എവ്രി വൺ. സോ നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റ് സീരീസിലെ 3ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസിനെ കുറിച്ചിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോയിൽ നമ്മൾ 4 സ്റ്റോക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും ഒരു ബൈസെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഞങ്ങളുടെ ഒരു പേഴ്സണൽ അനാലിസിസ് മാത്രമായിട്ട് എടുക്കുക. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും സ്റ്റോക്ക് ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം അനാലിസും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രം കൺസിഡർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അർജുൻ, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇപ്പം ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്റ്റിൽ ഗ്രോത്തിൽ തന്നെയാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗ്രോത്ത് റേറ്റ് കുറയുന്നു എന്നുള്ളതാണ് കൺസേൺ ആയിട്ട് ഇപ്പോൾ വരുന്നത്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം സ്റ്റോക്സ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൽ വരുന്ന അണ്ടറിൽ വരുന്ന സ്റ്റോക്കുകളൊക്കെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി എന്താണ് ഇതിൻ്റെ ഒരു കോസ്, എന്താണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്ലോ ഡൗണിലേക്ക് ഇൻഷുറൻസ് ഇൻഡസ്ട്രി പോകാനുള്ള കാരണം? ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ രീതിയിൽ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എമർജിങ് ട്രെൻഡ് ഉള്ള ഒരു സെക്ടർ അല്ല. ഇപ്പോൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനർജി സെക്ടർ അല്ലെങ്കിൽ EV AI അങ്ങനത്തെ വരുന്ന കാര്യങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് അത് എമർജിങ് ആണ്, മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നു, വലിയ വലിയ റാപ്പിഡായിട്ടുള്ള ഗ്രോത്തിലേക്ക് വന്നു. പക്ഷേ ഇൻഷുറൻസിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു സ്ലോ ആൻഡ് സ്റ്റഡിയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്ടറാണ്. എന്നാൽ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സ്ലോ ഡൗൺ കാണാം, ഗ്രോത്ത് റേറ്റിൽ ഒരു സ്ലോ ഡൗൺ കാണാം. അവിടെ പ്രോബബിലിറ്റി, അതായത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നല്ല കൂടുതലാണെന്നുള്ളത്. അപ്പോൾ അവിടെ സേഫ്റ്റി, മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്, ഓഫ്കോഴ്സ് ഉണ്ട്. അവിടെ വലിയ വലിയ ജയൻസ് ഒക്കെയാണ് മാർക്കറ്റിൽ ഗെയിം നടത്തുന്നത്. ഇപ്പോൾ LIC പോലുള്ള ജയൻസ് ഒക്കെയാണെന്നുള്ളത്. പക്ഷേ ഇവിടെയുള്ള ഈ ഒരു സ്ലോ ഡൗണിന് പല റീസൺസ് ആണ്, ഒരു സിംഗിൾ റീസൺ കൊണ്ടല്ല ആ ഒരു സ്ലോ ഡൗൺ ഉള്ളത്. പല റീസൺസ് ആണ്. മേജർ ആയിട്ടെന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എക്കണോമിക് ആക്ടിവിറ്റി. ഇപ്പോൾ ഓവറോൾ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്ലോ ഡൗൺ, അപ്പോൾ ഈ GDP റേറ്റിന്റെ കാര്യം വരുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷന്റെ ഡാറ്റ വരുന്ന സമയത്ത് ഇതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ വരുന്നത് കൊണ്ടുകൂടിയാണ് ഇവിടെ GDPയിലേക്കും ഇൻഫ്ലേഷനിലേക്കും ഒക്കെ മാറ്റം വരുന്നത്. ഇന്റർ കണക്റ്റഡ് ആണ്, രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. പിന്നെ വരുന്നൊരു കേസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. ഗവൺമെന്റ് പോളിസി റെഗുലേഷൻ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു കൈകടത്തിൽ കൂടുതലുള്ള ഒരു സെക്ടറാണ്. എപ്പോൾ അത് നമുക്ക് ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഓരോ പോളിസി ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചേഞ്ചസ് അത് എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ച് കൂടിയും ഈ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആക്ടിവിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ GSTന്റെ ഫിക്സഡ് റേറ്റിലുള്ള സ്ലാബ് അത് എടുത്ത് കളയാണ്. അതായത് ലൈഫ് ഇൻഷുറൻസിന്റെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെയും വരുന്ന അണ്ടറിൽ GST വരുന്നത് എന്ത് ചെയ്യണം, അവർ എടുത്തു കളയാണ്. അപ്പൊ അത് ബെനിഫിറ്റ് ആണ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്. എൻറ്റയർ ഇൻഡസ്ട്രി, ഒരു കമ്പനി സ്പെസിഫിക് ഒരു കമ്പനി എൻറ്റയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വലിയ, അതായത് പോളിസിയുടെ പ്രീമിയത്തിന്റെ റേറ്റ് കുറയും, അപ്പോൾ ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യും. അത് ഓക്കെ, ഫൈനാണ്. എന്നാൽ ഇവിടെ 5 ലക്ഷത്തിന്റെ മേലെ വരുന്ന ഒരു പോളിസിയിൽ വരുന്ന ടാക്സിന്റെ റേറ്റ് അല്ലെങ്കിൽ ടാക്സ് സ്ലാബ് അത് എടുത്തു കളയാണെന്നാണ് പറയുന്നത്. ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് പോളിസീസിന് ഇന്ന എമൗണ്ടിന്റെ മുകളിൽ വരുന്ന ടാക്സ് ബെനിഫിറ്റ് ഇല്ല. ഇത് നെഗറ്റീവ്ലിയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ഈ പോളിസി ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്, ഈ സ്ലോ ഡൗണിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞത് എക്കണോമിക് ആക്ടിവിറ്റി, ഗവൺമെന്റ് ഇന്റർഫിയറും ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ക്ലെയിം റേറ്റ് കൂടി. നേരത്തെ അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 3-4 ഇയേഴ്സിന്റെ മുമ്പ് ക്ലെയിം റേറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ആളുകൾ പോളിസി എടുക്കുന്നത്, ക്ലെയിം ചെയ്യുന്നത് കൂടിയിട്ടുണ്ട്. അതും ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ്, അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു
ലൈഫ് ഇൻഷുറൻസിനെ ആളുകൾ കൺസിഡർ ചെയ്തിരുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇൻഷുറൻസ് ആയിട്ടായിരുന്നു. അപ്പൊ ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു. അതിൽ തന്നെ പല രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പല കാറ്റഗറിയിലുണ്ട്, പ്രീമിയംസ് അവൈലബിൾ ആയിട്ടുള്ള പോളിസീസും ഉണ്ട്. പക്ഷെ നോർമലി നമുക്കറിയുന്ന കോമൺ ടൈപ്പിൽ വരുന്നത് ലൈഫ് ഇൻഷുറൻസും നോൺ ലൈഫ് ഇൻഷുറൻസും ആണ്. അതിൽ ലൈഫ് ഇൻഷുറൻസ് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ലെങ്കിൽ എൻ്റെ ഒരു ഡെത്ത് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് നടന്നു കഴിഞ്ഞാൽ ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന ആളുകോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കോ ഈ ഒരു ലംസം എമൗണ്ട് കിട്ടുമായിരുന്നു. അതല്ലാതെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെച്യൂരിറ്റി പീരീഡ് ആയി കഴിഞ്ഞാലും എനിക്ക് ആ ക്ലെയിം കിട്ടും. അപ്പൊ അതൊരു സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇൻഷുറൻസ് കവറേജും കിട്ടും. എനിക്കൊരു 4 to 6% അടുത്ത് ഇതിൽ നിന്നൊരു ബെനിഫിറ്റും കിട്ടും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ചെലവഴിച്ചു പോയിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. എന്നാൽ റീസെന്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ വൈഡ് നോളജ് ആളുകളിലേക്ക് എത്തുന്നതും മ്യൂച്വൽ ഫണ്ടിന്റെ നോളജ് ആളുകളിലേക്ക് എത്തുന്നതും SIPയുടെ പ്രാധാന്യം ആളുകളിലേക്ക് എത്തുന്നതും ഒരു പരിധി വരെ ഇൻഷുറൻസ് സെക്ടറിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ 12% 50% ഒക്കെ ആനുവൽ റിട്ടേൺസ് കിട്ടുന്നിരുന്നു. ഇവിടെ 4% ഒരു ഇൻഷുറൻസ് ചൂസ് ചെയ്യാം. അങ്ങനെ ആളുകൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ രീതിയിൽ ചേഞ്ച് വന്നു. ഇപ്പൊ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ വന്നിട്ടുള്ള ചേഞ്ചും ഈ ഒരു സ്ലോ ഡൗണിന് റീസൺ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പോളിസി ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ്, അതിപ്പം പല ആളുകൾക്കും അത് ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പല കമ്പനീസും എങ്ങനെയാണെന്ന് വെച്ചാൽ പോളിസി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ക്ലെയിം വരുന്ന സമയത്ത് മാക്സിമം ലാഗ് ആക്കാനും മാക്സിമം അത് ഒഴിവാക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട് ആക്ച്വലി. അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമ്മൾ എടുക്കുന്ന ആളുകളുടെ നോളജ് കുറവുകൊണ്ടാണ്. ഇപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ടേംസ് നമ്മൾ എടുത്തിട്ടുള്ള പോളിസി ഏതാണ്, അതിൻ്റെ അകത്ത് വരുന്ന ടേംസ് അങ്ങോട്ട് ഏത് എക്സ്റ്റെൻഡ് വരെ എത്ര പെർസെൻറ്റേജ് ക്ലെയിം കിട്ടും, 80%, 70%. ഇപ്പൊ മെഡിക്കൽ എമർജൻസിക്ക് ഇപ്പോൾ നമ്മളൊരു മെഡിക്കൽ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളെങ്കിൽ എത്ര പെർസെൻറ്റേജ് വരെ കിട്ടും, ഇപ്പോൾ റൂം റെന്റ് കിട്ടുമോ, ബൈ സ്റ്റാൻഡർക്ക് ഇത് കിട്ടുമോ, വേജ് കിട്ടും, അങ്ങനെയുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടീഷൻസിൻ്റെ അകത്തുണ്ട്. നമുക്കത് വായിച്ചറിയാനോ അല്ലെങ്കിൽ ആളുകൾ അത് ചോദിച്ചറിയാനുള്ള നോളജും ഇല്ല. നമ്മളത് ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം വിശ്വസിക്കുന്നത് ഇൻഷുറൻസ് ഏജന്റിനെയാണ്. അപ്പൊ അവര് പറയും ഓക്കെ നിങ്ങൾക്ക് ഇതായിരിക്കും ബെറ്റർ, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആ ഒരു ട്രസ്റ്റിന്റെ പുറത്താണ് എന്ത് ഇന്ത്യയിൽ വിറ്റ് പോകുന്ന ഒരു 80-90% ഇൻഷുറൻസും ഇൻഷുറൻസ് ഏജൻസി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളെ സ്കില്ലുകൊണ്ട് വിറ്റ് പോകുന്നതാ. ഇത് ചോദിച്ചറിഞ്ഞു വരുന്നത് വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജ് ആളുകൾ മാത്രമേ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇതാവാം, ഇൻഷുറൻസ് ആവാം, അതല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസിക്ക് എടുക്കുന്ന സ്റ്റിൽ ഇപ്പോഴും ഈ ഏരിയയിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഈ ഒരു വെൽത്ത് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നിടത്ത് ഇൻഷുറൻസ് സെക്ടറിനെ പറയുമ്പോൾ ആളുകൾക്ക് വളരെ നോളജ് കുറവാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവർ ഈ ഇൻഷുറൻസ് ഏജന്റ് ഒക്കെ അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഈ ക്ലെയിം റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അവരെ ബ്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിലുണ്ടായ മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഇൻഷുറൻസ് ഏജന്റിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇൻഷുറൻസ് കൂടുതലും എടുപ്പിക്കുകയാണോ അല്ലാതെ ആളുകൾ എടുക്കുന്നില്ല എന്നുള്ളത് അതൊരു പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ മദർ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻഷുറൻസ് എടുത്തതിന് ശേഷം LIC എടുത്തതില്ല, അപ്പോൾ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ഒരു 4-5 വർഷം അടക്കുന്നത് വരെ അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് പുള്ളിക്കാരത്തേക്ക് അറിയില്ല. 4 വർഷം 5 വർഷം എന്തോ കഴിഞ്ഞ സമയത്ത് ഒരു ബോണസ് കിട്ടി. ബാങ്കിലൊരു വലിയ എമൗണ്ട് വന്നപ്പോൾ നമുക്ക് ഇതിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഇൻഷുറൻസ് എടുത്തത് അവിടുന്ന് ബോണസ് കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ രസം എന്താന്ന് പറഞ്ഞാൽ ആ ഇൻഷുറൻസ് ഏജന്റ് നമ്മളൊരു റിലേറ്റീവ് ആയിരുന്നു. അയാൾ വന്ന് പറഞ്ഞു നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്ത്. അപ്പൊ നമ്മൾ അയാളോടുള്ള ട്രസ്റ്റിലാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 80% വിറ്റ് പോകുന്നത് ഇൻഷുറൻസ് ഏജന്റിന്റെ ഒക്കെ ഒരു ട്രസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഈ ഏരിയയിലെ നോളജ് കുറവ് വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചലഞ്ചസ് പറഞ്ഞു. ചലഞ്ചസിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പ്രത്യേക ഒരു റീസൺ ഒന്നുമില്ല, ഓവറോൾ ഒരു ഇപ്പം എക്കണോമിക്സ് സ്ലോ ഡൗൺ അതുപോലത്തെ കുറേ റീസൺസ് കാരണം ഉണ്ടായൊരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അറിയേണ്ടത്, ഇപ്പം നമ്മളെന്താണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ റിട്ടേൺസ് തരുമോ, ഉണ്ടെങ്കിൽ എത്രത്തോളം റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സെക്ടറിൽ ഇൻഷുറൻസിൻ്റെ ഈ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ചിട്ട് എന്താണ്, ഫ്യൂച്ചറിൽ എത്രത്തോളം റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ ലൈഫ് ഇൻഷുറൻസ് മാറ്റിയിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നു എന്നുള്ളത്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല നല്ല പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കുറച്ചുകൂടെ റിട്ടേൺസ് കിട്ടുന്നതോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ GST കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം കുറക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെറിയ പ്രീമിയത്തിൽ അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ കവറേജ്, അങ്ങനെ പല പ്രൊഡക്റ്റിൽ കുറച്ചും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള
കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടും അവർക്ക് സെക്ടർ ബൂം ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ആളുകളെ. അപ്പോൾ അത്തരത്തിൽ മീൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ ഫ്യൂച്ചറിലേക്ക് ഇൻഷുറൻസ് സെക്ടറിൽ എന്തൊക്കെ ഗ്രോത്ത്, അല്ലെങ്കിൽ എത്രത്തോളം വലിയ രീതിയിലുള്ള ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്? ഇപ്പോൾ ഇന്ത്യയിൽ ഇൻഷുറൻസ് സെക്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അർജുൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്ലോ ഡൗൺ ആണ്. പക്ഷേ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ റിട്ടേൺസ് തരാൻ ചാൻസ് ഉള്ള ഒരു സെക്ടറും കൂടിയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ EV അല്ലെങ്കിൽ ഇതുപോലത്തെ സെക്ടർ തരുന്ന പോലത്തെ അത്രയും പെട്ടെന്നുള്ള ക്വിക്ക് മൂവ്മെന്റ്സ് തരില്ലെങ്കിലും ഒരു സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് എന്തായാലും ഈ ഒരു സെക്ടറിന് എന്തായാലും ഉണ്ടാകും. നമുക്കൊരു സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടർ തന്നെയാണ് ഈ ഒരു ഇൻഷുറൻസ് സെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ 2023 ലൈഫ് ഇൻഷുറൻസ് പെനിട്രേഷൻ നോക്കുകയാണെങ്കിൽ വെറും 4% മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ. അതിൽ തന്നെ 3% എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസും 1% എന്ന് പറയുന്നത് നോൺ ലൈഫ് ഇൻഷുറൻസും ആണ്. സോ ഇന്ത്യയിൽ ഒരു 360 മില്യൺ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. സോ പക്ഷേ ഇപ്പം അടുത്തായിട്ട് നമുക്ക് നോൺ ലൈഫ് ഇൻഷുറൻസ്, അതായത് ഹോം ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ്, ഇതിൽ കുറച്ചുകൂടി ഗ്രോത്ത് കാണുന്നുണ്ട് കുറച്ചായിട്ട്. സോ ഈ ഒരു ഏരിയയിലേക്ക് ആൾക്കാർ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഫ്യൂച്ചറിൽ 2047 ആകുമ്പോൾ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 930 ട്രില്യൺ വാല്യുവേഷൻ വരുന്ന ഒരു സെക്ടറായി മാറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ഗ്രോത്ത് കൺഫേം ആണ്, പക്ഷേ എത്ര ഫാസ്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട് എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം പെട്ടെന്ന് നടക്കും എന്നുള്ളൊരു പ്രശ്നം, അതാണ് ഇപ്പോൾ ഒരു കൺസേൺ ആയിട്ടുള്ളത്. പിന്നെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ കുറച്ച് ബാക്കോട്ടാണ് ഈ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ. നമുക്കറിയാം ആൾക്കാരുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയും ആൾക്കാർ ഇതുപോലത്തെ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. യെസ്, ലൈഫ് ഇൻഷുറൻസും അതേപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസും നല്ല രീതിയിലുള്ള സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്നെ അറിയുന്നവരോടൊക്കെ എന്നോട് ചോദിക്കും, ഇപ്പോൾ ഒരു ഇൻഷുറൻസിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറയാം, ലൈഫ് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കാം. അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇൻ കേസ് എന്തെങ്കിലും ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലൊക്കെ കയറേണ്ടി വന്നു കഴിഞ്ഞാൽ സേവിങ്സിന്റെ നല്ലൊരു ഭാഗം അവിടെ കൊടുത്തിട്ട് പോരേണ്ടി വരും. അപ്പൊ നമ്മൾ അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഇൻഷുറൻസ്. പിന്നെ ഗവൺമെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസിന്. അതേപോലെ ഞാൻ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് കണ്ടാണ് ഒരു റിസർച്ചിൽ, അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആക്ച്വലി ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കോവിഡിന് ശേഷം ആക്ച്വലി നല്ല രീതിയിൽ ഈ ഇൻഷുറൻസിൻ്റെ ഗ്രോത്ത് സാധിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് ആൾക്കാർക്കൊക്കെ കുറേ ഇഷ്യൂസ് ഈ ഹെൽത്ത് ഇഷ്യൂസ് വന്ന സമയത്ത് ആൾക്കാർക്കൊക്കെ ഇൻഷുറൻസ് വേണം എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് ആക്ച്വലി ഇൻഷുറൻസിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ അത് ആക്ച്വലി ഈ ഫ്ലഡ് അതായത് ആ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലഡ് ക്ലൈമറ്റ് ചേഞ്ചിന് കുറച്ചും കൂടെ പ്രശ്നത്തിലാവുകയും അതുപോലെ ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റീസ് ഫ്ലഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതലാവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആളുകൾ കുറേ ഇഷ്യൂസ് ഉണ്ടായതിന് ശേഷം അത് ഇൻഷുറൻസ് കൂടുതൽ എടുക്കാനും അങ്ങനെ ഇൻഷുറൻസ് ഗ്രോ ചെയ്യാനുള്ളൊരു സാധ്യത. ഇൻഷുറൻസ് എടുക്കാൻ ആൾക്കാർ വേണ്ടേ പാൻഡമിക് വന്നു കഴിഞ്ഞാൽ. ഇത് അതായത് ഈ ഒരു അൺസർട്ടനിറ്റിയും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ പോസിറ്റീവ്ലി ഫേവറബിൾ ആവുമെന്നാണ് പറയുന്നത്. അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ ഇപ്പം പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ശരിക്കും നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കറൻ്റ്ലി ഇല്ല. സ്റ്റോക്ക് പ്രൈസ് ഡൗൺ ആയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഗ്രോത്ത് റേറ്റ് കാര്യമായിട്ടില്ലാത്തത് കൊണ്ടുള്ളൊരു സ്ലോ ഡൗൺ മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് കിട്ടാനുള്ള സാധ്യതയും ഡെഫിനറ്റ്ലി ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കറിയേണ്ടത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏതൊക്കെ കമ്പനീസ് ഇൻഷുറൻസ് സെക്ടറിൽ നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ടറിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ട് രീതിയിലേക്ക് സെഗ്മെന്റേഷൻ വരുത്താം. ഒന്ന് പബ്ലിക് സെക്ടറിൽ നിന്ന് വരുന്നതും അതേപോലെ തന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സും. അപ്പോൾ ഇതിൽ പബ്ലിക് സെക്ടർ പ്ലേയേഴ്സിൽ ഷോർട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു സേഫ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് LIC ആണ്. LIC വലിയൊരു ജയന്റ് തന്നെയാണ്. മാർക്കറ്റ് ക്യാപ്പിന്റെ ബേസിലാണെന്നുണ്ടെങ്കിലും അവർ മേക്ക് ചെയ്യുന്ന റവന്യൂയുടെ ബേസിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 54 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റും 54 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് ഉണ്ടെന്ന് പറയുന്നത്. അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്, അവർ ആ ഒരു ഇൻകം മാത്രം 2,93,000 crore എന്ന് വരുന്നുണ്ട്. ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പുറത്ത് റിസീവ് ചെയ്യുന്നത്. എല്ലാ കോമ്പറ്റേറ്റേഴ്സിനെ കൺസിഡർ ചെയ്താൽ പോലും അവർ മേക്ക് ചെയ്യുന്ന റവന്യൂ സെയിൽസിനെ ഒന്നും അതിന്റെ 1/3 വരുന്നില്ല.
അത്ര കമ്പനി പൂട്ടി പോകുന്നുള്ള പേടി വേണ്ട. പേടിയാണ്. ഇൻഷുറൻസിന്റെ ഏരിയയിൽ അവർ പൂട്ടി പോകുന്നില്ല. ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സെല് ചെയ്യുന്ന അവർ അതിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഫണ്ടമെന്റലി എങ്ങനെ പോയി കഴിഞ്ഞാലും LICനെ തോൽപ്പിക്കുക എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ജയന്റ് ഉള്ളതായിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുന്നുമില്ല. അതേപോലെ തന്നെ LICക്ക് അതിന്റെ ഒരു വാല്യൂ ഇല്ല. ഇപ്പൊ വാല്യൂ ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒന്ന് ഈ സെക്ടർ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യുന്നതിന്റെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് SBI ലൈഫ് ഇൻഷുറൻസ്. ഇപ്പൊ അവർ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവർ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഇപ്പൊ ഈ LIC കഴിഞ്ഞ് ബാക്കി പ്ലേയേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം SBI ആണെന്നുണ്ടെങ്കിലും HDFC ലൈഫ് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിലും ICICI ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇപ്പം ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ അവരുടെ റവന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിൽസ് ഒക്കെ നോക്കുന്ന സമയത്തും ഒരുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഈ ഇൻഷുറൻസ് പോളിസി നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേപോലെയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിന്റെ അതിൽ ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാവരും ഇൻഷുറൻസ് പോളിസി സെയിം ആണ്. LICയെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി 3 കമ്പനീസിനാണെന്നുണ്ടെങ്കിലും കോൺസ്റ്റന്റ് ആണ്. അതായത് സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് അവരുടെ നെറ്റ് പ്രോഫിറ്റിലും ഉണ്ട്, റവന്യൂവിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഷെയർ പ്രൈസ് ടെക്നിക്കലി നമുക്ക് ഫണ്ടമെന്റലി അല്ല ടെക്നിക്കലി വരുന്ന സമയത്ത് 20%, 18% ഓൾ ടൈം. അപ്പോൾ ലാസ്റ്റ് പോയുള്ള ഹൈയിൽ നിന്ന് 18%, 20%, 13% ഒക്കെ ഡിക്ലൈൻ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ICICI ലംബാർഡിൽ, അതേപോലെ തന്നെ SBI ലൈഫ് ഇൻഷുറൻസിൽ, HDFC ലൈഫ് ഇൻഷുറൻസിലും ഇത്ര ഡിക്ലൈൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം അതായത് ഇപ്പോൾ എല്ലാവരും ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന മാർക്കറ്റിന് അതിനെ ചേസ് ചെയ്യാനാണ് പോകുന്നത്. വേണ്ട, ഓക്കെ ഇതൊന്ന് സ്ലോ ഡൗൺ ആവട്ടെ. ആ സ്ലോ ഡൗൺ ആയി, ഓക്കെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസും ആണ്. കമ്പനിക്ക് കാര്യമായിട്ടുള്ള നെഗറ്റീവ്സ് ഇല്ല. അവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റവന്യൂ മേക്ക് ചെയ്യുന്നുണ്ട്, നെറ്റ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ട്. യെസ്, അവരുടെ ഇൻഡസ്ട്രി അടുത്തൊരു സ്റ്റേജിലേക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ എല്ലാ രീതിയിലും സാധ്യതയുള്ള സമയമാണ്. നെക്സ്റ്റ് വരുന്ന ഇയേഴ്സിലൊക്കെ പെർഫോം ചെയ്യാൻ സാധ്യത. അവിടെ നിൽക്കുമ്പോൾ ഇതൊരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ, ടെക്നിക്കലി ആഡ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ്, ഫണ്ടമെന്റലി ആഡ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ്. ഇപ്പൊ ഈ ഒരു 3 കമ്പനീസും അതർ ദാൻ LIC, ഇപ്പൊ നമുക്ക് HDFC ലൈഫ് ഇൻഷുറൻസ്, SBI ലൈഫ് ഇൻഷുറൻസ്, അതേപോലെ തന്നെ ICICI ലോംബാർഡ്, ഈ ഒരു 3 കമ്പനീസും കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിക്ലൈൻ ഷെയർ പ്രൈസിൽ ടെക്നിക്കലി കാണുന്നുണ്ട്. അതേപോലെ കമ്പനീസിന് നെഗറ്റീവ്സ് ഇല്ല. അവർ പെർഫോം ചെയ്യുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ട്. അവരത് ഡെലിവറി ചെയ്യുന്നതിന്റെ റിഫ്ലക്ട് ചെയ്യും, പക്ഷെ ടൈം എടുക്കും. അതാണ് ഈ ഒരു 3 കമ്പനി. ഈ 3 കമ്പനീസിന് തന്നെ അല്ല, ഈ ഇൻഷുറൻസ് സെക്ടറിന് തന്നെ കമ്പനീസിന്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ടൈം എടുക്കും. അവർ ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10%-ന്റെ അകത്ത് ഇനിയും ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ. ഇതിന് ശേഷമായിരിക്കും അവർ മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു 1 to 2 ഇയറിന്റെ ഒക്കെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് വരെ നമ്മൾ കണ്ടേക്കാം. പക്ഷെ അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള റാലീസ് തരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ 3 കമ്പനീസിൽ അതിനുള്ള പൊട്ടൻഷ്യലും ഉണ്ട്. ഇപ്പൊ LIC പിന്നെ എന്താ ഞാൻ പറഞ്ഞത് വെച്ചാൽ സേഫ് ആണ്, വളരെ സേഫ് ആണ്. നമ്മൾ ഈവൻ ക്യാപിറ്റൽ അപ്രിസിയേഷൻ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ LICന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ചിലപ്പോൾ ബോണസ്, അതേപോലെ തന്നെ ഡിവിഡൻഡ്, ഈ പറഞ്ഞ പോലെ ഫണ്ടമെന്റലായിട്ട് നമുക്ക് ആ മാർജിൻ ഓഫ് സേഫ്റ്റി ഫീൽ ചെയ്യാം. ആ ഒരു കമ്പനി ഷട്ട് ഡൗൺ ചെയ്യോ, അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് കുറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ട്, അവർ മേജർ ഷെയർ അവർക്കാണ് 60-70% എടുത്ത് മൊണോപോളി ഹോൾഡ് ചെയ്യും. ഈവൻ ഇനി അതിൽ നിന്നൊരു കുറവ് വന്നാൽ പോലും അവരുടെ ഫൈനാൻഷ്യൽസിനെയോ അല്ലെങ്കിൽ കമ്പനി ഫണ്ടമെന്റൽസിനെയോ ഒരു തരത്തിലും അത് ബാധിക്കാൻ പോകുന്നില്ല. ഈവൻ ഗവൺമെന്റിന് പോലും ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്ന NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പിന്റെ 3% ഹോൾഡ് ചെയ്യുന്നത് LIC. യെസ്. അപ്പം പിന്നെ ഞാനിതിൽ എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് സെക്ടറിലുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് നല്ല നല്ല പ്രൊഡക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചിലപ്പം നമ്മൾ വിചാരിക്കുന്നതിലേറെ ഗ്രോത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം. ആൾക്കാർ ഈ ലൈഫ് ഇൻഷുറൻസ് മാറ്റിയിട്ട് അതിന് പകരം മ്യൂച്വൽ ഫണ്ട്, കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറുന്നു. നമുക്ക് ഈ ഇൻഷുറൻസിൽ നിന്ന് തന്നെ നല്ല റിട്ടേൺസ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു ഇയറിൽ തന്നെ ചിലപ്പോൾ മൾട്ടിബാഗർ റിട്ടേൺസ് ഒക്കെ തരാനുള്ള സാധ്യത ഉണ്ട്. കാരണം വലിയ മാർക്കറ്റാണ് ഇന്ത്യയിൽ കിടക്കുന്നത്. ഇൻഷുറൻസ് പറയുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് സേഫ് ആണ്, സെക്യൂർ ആണെന്നുള്ളൊരു ഫീലിംഗ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവർ വലിയ റിട്ടേൺസ് തരുന്നാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇൻകം പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ, സെക്യൂരിറ്റി ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പം മ്യൂച്വൽ ഫണ്ടിന് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബെനിഫിറ്റും കൂടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് എന്നുള്ളൊരു പാർട്ട്, റിട്ടേൺസ് അവിടെ നിൽക്കട്ടെ, ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ സെക്യൂരിറ്റി എന്നുള്ളൊരു സാധനം ഇവിടെ ആഡ് ഓൺ വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ അതില്ല.
അപ്പം മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്ന റിട്ടേൺസ് അത്രയും റിട്ടേൺസ് എന്നല്ല, അത്യാവശ്യം ബാങ്ക് റേറ്റിനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ റിട്ടേൺസ്. ബാങ്ക് റേറ്റിനാണ് ബീറ്റ് ചെയ്യാൻ പറ്റിയ. യെസ്, അങ്ങനെ കുറച്ച് അത്യാവശ്യം റിട്ടേൺസും കൂടെ കിട്ടുന്ന രീതിയിൽ പ്രൊഡക്റ്റ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഗ്രോത്ത് നമുക്ക് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത്. ഓൾറെഡി ഗ്രോത്ത് അത് അങ്ങ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കയറി പോക്കണം. പക്ഷേ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തിന് ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൽ ഒരു ഇന്നോവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പോസിബിൾ ആണ്. ഇനി വരാൻ പോകുന്ന ഒരു ടൈമിലേക്ക് നമുക്ക് ആ ഇന്നോവേഷൻ എക്സ്പെക്ട് ചെയ്യണം. എൻ്റെ ഒരു പെർസ്പെക്ടീവിൽ അതാണ്, എക്സ്പെക്ട് ചെയ്യണം. കാരണം മാർക്കറ്റ് പെനട്രേഷൻ നടക്കുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ജനറേഷൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സേഫ്റ്റി മാത്രമല്ല, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നോൺ ലൈഫ് ഇൻഷുറൻസ് കഴിഞ്ഞ ഒരു 6 മാസം 1 കൊല്ലം കൊണ്ടും ചിലവായി പോകുന്നുണ്ട്. അതെവിടെയാണ്? അതിൻ്റെ ഇപ്പോൾ നെസസിറ്റി വളർന്നു. ഏത് ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ അത് അതേപോലെ ആളുകൾ ഇനി എന്ത് ചെയ്യും? സേഫ്റ്റി പ്ലസ് ഇൻവെസ്റ്റ്മെന്റും കൂടി കൺസിഡർ ചെയ്യൽ തുടങ്ങും. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഗെയിം റൺ ചെയ്ത് പോകുന്നത് ചിലപ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മേജർ പ്ലേയേഴ്സിൽ ആരെങ്കിലും ഒരാൾ അത് ഇന്നോവേറ്റീവ് ആയിട്ട് ലോഞ്ച് ചെയ്തു. ഡെഫിനറ്റ്ലി നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ആൾക്കാർ റിസർച്ച് ചെയ്തിട്ട് നല്ലൊരു ഓപ്ഷൻ കൊണ്ടുവരട്ടെ. പക്ഷേ ഈ ഒരു സെക്ടറിന് ഒരു ഡിസഡ്വാൻറ്റേജ് കൂടി നമ്മൾ പറയണം. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഇന്നോവേഷൻസ് എല്ലാത്തിനാണെന്നുണ്ടെങ്കിലും റെഗുലേഷൻ വലിയ രീതിയിൽ ഇപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് ബോർഡ് ഇപ്പോൾ ഇവര് കയ്യിൽ നിന്ന് ഇപ്പോൾ നേരത്തെ നമ്മൾ സെബീനെ RBI ഒക്കെ പറയുന്ന പോലെ ഇവിടെ ഒരു അതോറിറ്റി വരുന്നത് IRDA. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഇൻഷുറൻസ് കമ്പനീസിന്റെ ഈ ഇന്നോവേഷൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ലിബറൽ ആവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അത്രയും ലിബറൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഏരിയ ഇന്ത്യൻ മാർക്കറ്റിൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ എവിടെയൊക്കെ സെക്യൂരിറ്റി വരുന്നുണ്ടോ അപ്പുറത്ത് സ്കാമും വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അതാണ്. വൈഡ് പെനട്രേഷൻ ഈ ഇന്നോവേഷൻസിലേക്കൊന്നും കമ്പനീസ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് ഒരു സൈഡ് ഇതാണ്. റെഗുലേഷൻസ് ഓരോ ഇയറിലും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഇന്നോവേഷൻസും ചേഞ്ചസും ഗവൺമെന്റ് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടാക്സിന്റെ ബെനിഫിറ്റിന്റെ കേസ്, അതേപോലെ തന്നെ GSTന്റെ കേസ്, ഇതേപോലെ അതോറിറ്റി വലിയ രീതിയിൽ ഇൻവോൾവ് ആണ്. ബാക്കിയുള്ള സെക്ടറിനെ പോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങളോ ഒന്നും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലല്ല ഇപ്പോൾ മാർക്കറ്റ് കിടക്കുന്നത്. ഈ പറഞ്ഞ പോലെ 4% നിന്ന് എങ്ങനെ പോയാലും നമ്മളൊരു മാർക്കറ്റ് ഗ്രോ ചെയ്യൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കമ്പനീസ് അത് എന്തായാലും അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കൂട്ടത്തിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇൻഷുറൻസ് നേരത്തെ പറഞ്ഞ റിട്ടേൺ ഓറിയന്റഡ് ആയിട്ട് കൂടിയൊക്കെ അവരൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, കൂടുതൽ ഇപ്പം ഇൻഷുറൻസിൽ തന്നെ പല രീതിയിലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരാനും നമുക്കിപ്പം ചിലപ്പം തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാത്ത രീതിയിലുള്ള ബെനിഫിറ്റുകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അത് നല്ല രീതിയിലുള്ള ഗ്രോത്തിലേക്ക് മാറുകയും ചെയ്യും. യെസ്, ഇപ്പൊ നോർമൽ ലൈഫിൽ ഒരാൾക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഹെൽത്തും അല്ലെങ്കിൽ ലൈഫൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു വണ്ടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുന്നതും അത് തന്നെ നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതല്ല, ഓക്കെ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. എല്ലാവരും ഈ സേഫ്റ്റി തന്നെയാണ് ഇതിന്റെ ഒരു കീ ലെവലായിട്ട് കാണുന്നത്. ഇപ്പൊ നമുക്ക് നോർമൽ ലൈഫിൽ ഒരാൾ എടുത്തിരിക്കേണ്ട ഇൻഷുറൻസിൽ നമ്മൾ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ടും കീപ്പ് ചെയ്യാന്നുള്ള. അപ്പോൾ ഇപ്പോഴും സാധാരണക്കാരുടെ ഇടയിൽ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് പോലും ഇല്ല. അപ്പോൾ അതും കൂടെ വരുന്ന സമയത്ത് വലിയൊരു ഗ്രോത്ത് തന്നെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. യെസ്, ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ വെൽത്ത് ജനറേഷൻ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഇന്നോവേറ്റീവ് പാർട്ടാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റാപ്പിഡ് ഗ്രോത്തിന്റെ പ്രശ്നമേ ഉള്ളൂ, ആ ഗ്രോത്ത് റേറ്റിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ നിലവിൽ അവിടെ ഉള്ളൂ. ബാക്കി എന്തുകൊണ്ടൊരു സേഫ് ബെറ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞ കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും സേഫ് ബെറ്റാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീനെ കുറിച്ച് പറഞ്ഞു. കറൻ്റ്ലി വലിയ പ്രോബ്ലംസിലൊന്നും പോയിക്കൊണ്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഇഷ്യൂസ് ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്യുന്നതുമല്ല. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് വലിയൊരു മാർക്കറ്റ് അവിടെ കിടക്കുന്നുണ്ട്, വലിയൊരു അതെ വലിയൊരു ഓഡിയൻസ് സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ തന്നെ 2040 ആകുമ്പോഴേക്ക് കംപ്ലീറ്റ്ലി ഇൻഷുറൻസ് എടുക്കാത്ത ആരും ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഇൻഷുറൻസിൽ സെക്ടറിൽ ഡെഫിനറ്റ്ലി ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്തും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് 4 സ്റ്റോക്കുകളുണ്ട്. ലൈഫ് ഇൻഷുറൻസ്, LIC ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നു. ബാക്കി 3 ഒരുപോലെ തന്നെയാണ്. നമ്മൾ പ്രൊഡക്റ്റ് നോക്കുക, ഓരോരുത്തരും അവരവരുടെ
ഡിസിഷൻ എടുക്കുക എന്നുള്ള രീതിയിലാണ് പറയേണ്ടത് അല്ലേ? യെസ്, ഇപ്പോൾ ലോങ് ടേം ആണ്, പർപ്പസ് ലോങ് ടേം ആണ്. നമ്മൾ വെൽത്ത് ജനറേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു 4 പ്ലേയേഴ്സ്. Yes. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ വരുന്ന സമയത്ത് ആദ്യം കയറി പോകാൻ സാധ്യതയുള്ള ആളുകളാണ് ഇവര്. Yes. ഇപ്പോൾ LICനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ ലിസ്റ്റ് ചെയ്തതിന് ശേഷം വലിയ രീതിയിൽ താഴേക്ക് വരുന്നു, പിന്നെ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് അത് ബീറ്റ് ചെയ്തൊരു ചെറിയ റാലി നടക്കുന്നു, പിന്നെ അവിടുന്ന് വലിയ രീതിയിൽ ഇപ്പോൾ 20% ഒക്കെ അടുത്ത് താഴെ വരുന്നു. സിമിലർ കേസ് തന്നെ ബാക്കിയുള്ള കമ്പനീസ് 20 to 16% താഴ്ചയാണ് കമ്പനീസിൽ. അപ്പോൾ നമ്മളിത് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കറന്റ് പ്രൈസും കുറഞ്ഞ് നിൽക്കുകയാണ്. ഇനിയും എക്സ്പെക്ട് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ 5 to 10% അകത്ത് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും ബെറ്റർ ലെവൽസ് തന്നെയാണ്, സ്റ്റോക്ക് ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് തന്നെയാണ്. ഓക്കെ ഫൈൻ.